എല്ലാ ദിവസവും എക്സസൈസ് ചെയ്താൽ ശരീരത്തിന് പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ ദിവസവും പുതിയ പുതിയ അറിവുകൾ നിങ്ങൾ നേടിക്കൊണ്ടിരുന്നാൽ മനസ്സിന് ഒരു വികസനം സംഭവിക്കും. ഇനി എല്ലാ ദിവസവും പ്രപഞ്ചവുമായിട്ട് സംസാരിച്ചാൽ ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ ഊർജങ്ങൾക്ക് വരെ ദൈവികമായ മാറ്റങ്ങൾ സംഭവിക്കാൻ ആരംഭിക്കും. എന്താണ് ദൈവികമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യന് ചില സാധാരണമായ കാര്യങ്ങൾ ചെയ്ത് ആക്ച്വൽ ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങൾ. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു മജീഷ്യൻ ആണെന്ന് തോന്നിപ്പിക്കുന്ന ചില ട്രാൻസ്ഫോർമേഷൻ. അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവികമായ മാറ്റങ്ങൾ. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ നിങ്ങൾ പുറത്ത് സ്പെൻഡ് ചെയ്യാറുണ്ടാവും. ആകാശമായിട്ടും പ്രപഞ്ചവുമായിട്ടും വളരെ സൈലൻ്റ് ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് തന്നെ ഞാൻ ഈ പറയുന്ന ദൈവികമായ മാറ്റങ്ങൾ സംഭവിക്കാൻ ധാരാളമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, നിങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരിക, നിങ്ങൾക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അവസാനം വരെ കാണാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചേഞ്ച്, നിങ്ങൾ ഒരു ഫേവറേറ്റ് ചൈൽഡ് ആണെന്ന് ഫീൽ ആവും. പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു കുട്ടിയാണെന്ന് ഫീൽ ആവും. എന്താ പ്രിയപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില വീടുകളിൽ പറയാറുണ്ട്, 2 കുട്ടികളുണ്ടെങ്കിൽ ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് പാരൻസിൻ്റെ പെറ്റ് എന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. മൾട്ടിപ്പിൾ ചൈൽഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പെറ്റെന്ന് വിളിക്കാനുള്ള റീസൺ, പേരൻസിന് അവരെന്ത് വാങ്ങിച്ചാലും എന്ത് ചെയ്താലും എന്ത് ബെനിഫിറ്റ് വന്നാലും ആദ്യം ആ കുട്ടിയെ കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം അത് യങ് ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളായിരിക്കും. നൗ അവരെ നമ്മൾ പെറ്റെന്ന് വിളിക്കുന്നു. എല്ലാ ബെനിഫിറ്റും അവനാണ് അല്ലെങ്കിൽ അവൾക്കാണ് ഈസി ആയിട്ട് ലഭിക്കുക. അതേ മെക്കാനിസം ഇവിടെ വർക്ക് ആവാറുണ്ട്. യൂണിവേഴ്സിന് അങ്ങനെ യങ് ചൈൽഡ് എല്ലോ ചൈൽഡ് എന്നൊന്നുമില്ല. എല്ലാവരും സ്വന്തം കുട്ടികൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് ലൈഫിൽ കുറച്ച് എക്സ്ട്രാ ഫേവർ ഉണ്ടാവും, കുറച്ചുകൂടെ എക്സ്ട്രാ ലക്ക് ഉണ്ടാവും. എങ്ങനെ തിരിച്ചറിയുക, നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും, നീ മാത്രം എങ്ങനെയാണ് എല്ലാത്തിനും രക്ഷപ്പെടുന്നത്, നിനക്ക് മാത്രം എന്താ ഇത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്, നിനക്ക് മാത്രം എന്താ എന്ത് ബ്ലോക്കേജ് വന്നാലും ഈസി ആയിട്ട് റിമൂവ് ആവുന്നത്, നീ മാത്രം എന്താ എന്താഗ്രഹിച്ചാലും പെട്ടെന്ന് ലഭിക്കുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് പെറ്റെന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഔട്ടർ വേൾഡിൽ, മെറ്റീരിയൽ വേൾഡിൽ പല ആൾക്കാരും ചുറ്റുപാട് സംഭവിക്കുന്ന ഇഷ്യൂസ് കാരണം അജിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മാത്രം സേഫ് ആയിരിക്കും. വളരെ ചലഞ്ചിങ് ആയ സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് വരിക, പോസിറ്റീവായിട്ടുള്ള ഗെയിനാണ് സംഭവിക്കുക. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ പെറ്റെന്ന് പറയുന്നത്. ഇത് ശരിക്കും പെറ്റായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഫേവർ കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പല തരത്തിലുള്ള ബ്ലോക്കേജ് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരത് ഫേസ് ചെയ്യണം, മറികടക്കണം. നിങ്ങൾ ഫേസ് ചെയ്യേണ്ടെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എങ്ങനെ പുറത്ത് വരണം എന്നുള്ള ഗൈഡൻസും മെത്തേഡ്സും ഏതെങ്കിലും വഴിയിലൂടെ, ബുക്കിലൂടെ, ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാക്ടീസിലൂടെയോ നിങ്ങളെ സമീപിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പ്രപഞ്ചം കാണിച്ചുകൊണ്ടേയിരിക്കും. മൈ ഡിയർ ചൈൽഡ്, ഇത് എടുക്ക്, ഇത് ചെയ്യ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേയിരിക്കും. അത് കേൾക്കണോ വേണ്ട എന്നുള്ളത് ആസ് എ പെറ്റ്, ആസ് എ ചൈൽഡ് നിങ്ങളുടെ ബോധം പോലെ ഇരിക്കും. സോ യു വിൽ ബി ദ ഫേവറേറ്റ് ചൈൽഡ്. അതാണ് ഫസ്റ്റ് മാറ്റം. സെക്കൻഡ് പോയിന്റ് ഈസ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉടനടി ഉത്തരം ലഭിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും, മെറ്റീരിയൽ ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും മെൻ്റൽ കൺഫ്യൂഷൻസ് ആണെങ്കിലും ഇനി എന്തെങ്കിലും വിഷമങ്ങളാണെങ്കിലും, എന്ത് ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഡീപ്പായിട്ട് വന്നാലും അതിനുള്ള ഉത്തരം ഉടനടി തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് തരും. നൗ ഇത് എഗെയിൻ എല്ലാവർക്കും അവൈലബിൾ അല്ല. പലരും ആ അവയർനെസ്സിൽ എത്തിയിട്ടില്ല ഇപ്പോഴും. അവർക്ക് ചോദ്യങ്ങൾ വന്നാലും എങ്ങനെ പ്രപഞ്ചം നൽകുന്ന ഉത്തരങ്ങളെ സ്വീകരിക്കണം എന്നുള്ള അവയർനെസ് അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന ചില ഐറ്റംസിന് മാത്രം എന്തായാലും എന്ത് ചോദ്യങ്ങൾ വന്നാലും ദേ വിൽ റിസീവ് ഇറ്റ്. അത് മെറ്റീരിയൽ ചോദ്യമായിരിക്കാം, റിഗാർഡിങ് ദെയർ ഫിനാൻസസ്, റിഗാർഡിങ് ദെയർ വർക്ക്സ്, എനിത്തിങ് ഇറ്റ് ക്യാൻ ബി. മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ മെൻ്റൽ ആയിരിക്കാം. ചില മെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ചില ഇന്ന വിഷമം, ആ വിഷമം, ടെൻഷൻ, ഇതെങ്ങനെ മറികടക്കും, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിരിക്കാം. അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിരിക്കാം, എനിക്ക് എൻ്റെ എനർജി ഡെവലപ്പ് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ വരും യോഗ, മെഡിറ്റേഷൻ, ഇന്ന ക്ലാസ്, ദാറ്റ് ക്ലാസ്. ആൻഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് ഇൻറ്റ്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്യാൻ തോന്നും. യൂണിവേഴ്സ് പറയണം ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകും. വഴി വന്നുകൊണ്ടിരിക്കും, ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ഓൺലി അവൈലബിൾ ഫോർ എ പെറ്റ്. നിങ്ങൾക്ക് ഉത്തരങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് മൂന്നാമത്തെയും ഫൈനലായിട്ടുള്ള പോയിന്റ്, സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വിഷയമേ അല്ല. ഒരു സ്ഥലത്ത് കുറേ നേരം സൈലൻ്റ് ആയിട്ട് വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം
നിങ്ങൾക്ക് ഒട്ടും വിഷമം ക്രിയേറ്റ് ചെയ്യാത്ത, നിങ്ങൾ എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഇതിന് സ്പെസിഫിക് ആയ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റീൽസിലൂടെ വെറുതെ ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുക, ഒരു മൈൻഡ്ലെസ്സിൽ യാതൊരു യൂസും ഇല്ലാതെ ഇങ്ങനെ അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഹ്യൂമൻ ബ്രെയിൻ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് മുതലേ യോഗികളാണെങ്കിലും ഇനി പല പല സയൻസ് ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്, നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻ ഹൈറ്റൺ ആവണമെങ്കിൽ, നമ്മളുടെ ഊർജ്ജങ്ങൾ ഹൈറ്റൺ ആവണമെങ്കിൽ, ദൈവം എന്ന് പറയുന്ന ആ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്തിരിക്കണമെങ്കിൽ സൈലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിശബ്ദത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ആർക്കാണോ നിശബ്ദത കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അവരിലേക്കാണ് പ്രപഞ്ചം ഇറങ്ങുക, അങ്ങോട്ടാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി ഒഴുകുക. ദ ഫ്ലോ ഓൺലി ഹാപ്പൻസ് ടുവേർഡ്സ് എ സൈലൻസ്. ഇതാണ് ദൈവത്തിൻ്റെ നേച്ചർ. അല്ലാതെ വെറുതെ ഒന്നും യോഗികൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കില്ലല്ലോ, അവർ മൗനവ്രതം എടുക്കില്ലല്ലോ, ആരോടും സംസാരിക്കാതിരിക്കില്ലല്ലോ, ഒറ്റയ്ക്ക് സമൂഹത്തിൽ നിന്ന് അകന്നു പോയിട്ട് ധ്യാനിക്കില്ലല്ലോ. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. സൈലൻസിന് അത്രയും പവറുണ്ട്. സോ ആർക്കെല്ലാം ഇത് യാതൊരു എഫേർട്ടും ഇല്ലാതെ യാതൊരു പ്രശ്നവുമില്ലാതെ ചെയ്യാൻ പറ്റുന്നോ അവർക്കും ദൈവിക മാറ്റങ്ങൾ സംഭവിച്ചു എന്നർത്ഥം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിഷയമേ അല്ല. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, വൈകുന്നേര സമയത്തോ രാത്രി സമയത്തോ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ആകാശം നോക്കി ചുമ്മാ സ്റ്റില്ലായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ, പാട്ടില്ല, മൊബൈലില്ല, ആൾക്കാരില്ല, ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റിൽ മണിക്കൂറോളം ഇരിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. നിങ്ങൾക്ക് യോഗയില്ല, മെഡിറ്റേഷൻ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അറിയാതെ ഒരു ലോവർ ലെവലിൽ നിൽക്കുന്ന, പുച്ഛിച്ച് പറയല്ല, പക്ഷെ ഒരു സർഫസ് ലെവലിൽ ഇരിക്കുന്ന ഒരു മെഡിറ്റേഷൻ നിങ്ങൾ അവിടെ കണ്ണ് തുറന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിച്ച് ഈസ് നോട്ട് ഈസി. ഓക്കെ, സോ ഈ 3 മാറ്റങ്ങൾ, ഈ 3 ചേഞ്ചസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺസിഡർ യുവർ സെൽഫ് ആസ് ദ ഫേവറേറ്റ് ചൈൽഡ് ഓഫ് ദ ഡിവൈൻ. ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ഫേവറേറ്റ് കുട്ടികൾ, നിങ്ങളൊരു ഫേവറേറ്റ് കുട്ടിയാണ്. യു ആർ ഹിസ് പെറ്റ് എന്നർത്ഥം.